നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാസം 23 മുതൽ വിദേശയാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് UAE കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയുണ്ടായി. ഇത് സംബന്ധിച്ച് വിവിധ രാജ്യങ്ങളെ മൂന്നായി തിരിച്ചാണ് നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് അപകട സാധ്യത കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് സ്വദേശികൾക്കും വിദേശികൾക്കും പോകാം. എന്നാൽ ഇടത്തരം അപകട സാധ്യതയുള്ള രാജ്യങ്ങളിലേക്ക് ചികിത്സ, അടുത്ത ബന്ധുവിനെ സന്ദർശിക്കുക, നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മാത്രമേ അനുമതി നൽകൂ. അപകട സാധ്യത കൂടിയ രാജ്യങ്ങളിലേക്കുള്ള യാത്രാവിലക്ക് തുടരുമെന്ന് UAE വിദേശകാര്യ രാജ്യാന്തര സഹകരണ മന്ത്രാലയം, ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതി എന്നിവ അറിയിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനെ തുടർന്ന് എമിറേറ്റ്സ് 10 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് നടത്തുന്നു. ഇതോടെ എമിറേറ്റ്സ് സർവീസ് പുനരാരംഭിച്ച നഗരങ്ങളുടെ എണ്ണം 40 ആകും. വിവരങ്ങൾക്ക് www.emirates.com/wherewefly എന്നതിലേക്ക് സന്ദർശിക്കുക. അടുത്ത മാസം കൂടുതൽ നഗരങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കുമെന്ന് എമിറേറ്റ്സ് ചീഫ് കമേഴ്സ്യൽ ഓഫീസർ അഡ്നാൻ ഖാസിം പറഞ്ഞു. ബഹ്റൈൻ, മാഞ്ചസ്റ്റർ, സൂറിക്, വിയന്ന, ആംസ്റ്റർഡാം, കോപ്പർഹേഗൻ, ഡബ്ലിൻ, ന്യൂയോർക്ക്, JFK, സിയൂൾ, കോലാലംപൂർ, സിംഗപ്പൂർ, ജക്കാർത്ത, തായ്പേ, ഹോങ്കോങ്, പെർത്ത്, ബ്രിസ്ബെൻ എന്നിവിടങ്ങളിലേക്ക് 15-ന് സർവീസ് തുടങ്ങിയിരുന്നു. കോവിഡ് സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കാനുള്ളതിനാൽ യാത്രക്കാർ 4 മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിലെത്തണം. വൈകിയെത്തുന്നവർക്ക് പ്രവേശനം അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ യാത്രയ്ക്ക് 48 മണിക്കൂർ മുമ്പ് കോവിഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം. രോഗമില്ലാത്തവരെ മാത്രമേ രാജ്യം വിടാൻ അനുവദിക്കൂ. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് യാത്രാനുമതി നൽകില്ല. സാംക്രമിക ഗുരുതര രോഗമുള്ളവരുടെയും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് യാത്രാനുമതി നിഷേധിക്കും. മാസ്ക്, ഗ്ലൗസ്, അകലം പാലിക്കൽ തുടങ്ങി ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കണം. ശരീരോഷ്മാവ് 37.8-നേക്കാൾ കൂടുതലോ രോഗലക്ഷണമോ ഉള്ളവരെ ഐസൊലേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റും. പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് ചികിത്സ ലഭ്യമാകും വിധം രാജ്യാന്തര ഇൻഷുറൻസ് എടുത്തിരിക്കണം. നിശ്ചിത സ്ഥലത്തേക്കല്ലാതെ പോകില്ലെന്നും തിരിച്ചെത്തിയാൽ നിർബന്ധിത ക്വാറന്റൈനിൽ കഴിയുമെന്നും സത്യവാങ്മൂലം നൽകണം. രോഗമോ മറ്റോ ഉള്ളവർ UAE-യിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അതത് രാജ്യത്തെ ആശുപത്രിയിൽ ചികിത്സ തേടണം. വിദേശ രാജ്യത്ത് വെച്ച് കോവിഡ് സ്ഥിരീകരിച്ചാൽ വിവരം അതത് രാജ്യത്തെ UAE എംബസിയെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ മടങ്ങിയെത്തുമ്പോൾ ഓർക്കാനുണ്ട് ഏറെ. തിരിച്ചറിയൽ കാർഡിനൊപ്പം യാത്രാ ആരോഗ്യ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകുക. അൽഹസൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. കോവിഡ് ടെസ്റ്റ് നടത്തുക. 14 ദിവസം നിർബന്ധിത ക്വാറന്റൈനിൽ കഴിയുക. അപകട സാധ്യതയില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് 7 ദിവസം ക്വാറന്റൈൻ. രോഗലക്ഷണങ്ങളുള്ളവർ 24 മണിക്കൂറിനകം അംഗീകൃത കേന്ദ്രങ്ങളിൽ കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കുക. വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യമില്ലാത്തവർ സ്വന്തം ചിലവിൽ ഹോട്ടൽ ക്വാറന്റൈനിലേക്ക് മാറുക. നയതന്ത്ര ഉദ്യോഗസ്ഥർ, സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾ, ചികിത്സായാത്ര, ബിസിനസ് തുടങ്ങി സ്വകാര്യ പൊതുവിഭാഗങ്ങളിലുള്ളവർ അതത് വകുപ്പുകളുമായാണ് ബന്ധപ്പെടുക എന്നിവയാണ് മറ്റു നിർദ്ദേശങ്ങൾ. UAE-യിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നവർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ തവാജുദി സേവനത്തിൽ രജിസ്റ്റർ ചെയ്യണം. ഇവിടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്കാണ് തിരിച്ചുവരാനാകുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.